വലി ഹലോ, എങ്ങോട്ടാണ് പോകുന്നത്? കോട്ടയം. കോട്ടയം. അപ്പോൾ ഞങ്ങൾ എഗെയിൻ ഇന്ന് കോട്ടയം പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എടപ്പള്ളിയിലാണുള്ളത്. അപ്പോൾ ഇത്തവണ ആലപ്പുഴ വഴി പോകാമെന്ന് വിചാരിച്ചു. ആലപ്പുഴ ആ വഴി പോയിട്ട് കുറേ കാലമായി. നല്ല ഭംഗിയുള്ള വഴിയാണ്. അപ്പോൾ ഞങ്ങൾ ഇത്തവണ ആ വഴി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലേ, എങ്ങനെയാണെന്ന് അറിയില്ല, മഴയൊക്കെ ഉള്ളതുകൊണ്ട്. മഴയൊക്കെയാണ്, ബട്ട് നല്ല ഭംഗിയുള്ള വഴിയാണെന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പോൾ പാടത്തിൻ്റെയൊക്കെ നടുക്ക് കൂടെ പോണ ഒരു അങ്ങനെയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ബട്ട് നമുക്ക് നോക്കാം, കുറേ കാലമായി പോയിട്ട്. അപ്പോൾ ആ വഴി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. വലിയ ആ വഴി പോയിട്ടുണ്ടോ? അതായത് ആലപ്പുഴ വഴി പോയിട്ടുണ്ടോ? ഇല്ല, അത് നമ്മൾ പോണത് ആലപ്പുഴ വഴിയല്ല, അത് വൈക്കമൊക്കെ കൂടിയല്ലേ. വൈക്കം കൂടിയല്ല, ആലപ്പുഴ അല്ലല്ലോ. എന്താണ് ആലപ്പുഴ? ഞാൻ ഒരു ദിവസം ബസ്സിനും പോയിട്ടുണ്ട്. ആ വഴി ബസ്സിന് പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, ഓർക്കണ്ടോ? ശരിക്കും ഓർമ്മയിലില്ല വഴി എനിക്ക്. ഓക്കെ, എന്നാൽ നമുക്ക് പോയി നോക്കാം. 20 കിലോമീറ്റർ കൂടുതലുണ്ട്, നോക്കാം. അപ്പം ഞങ്ങൾ എടപ്പള്ളിയിൽ നിന്ന് NH-66 കയറി. ഇനി ഇവിടുന്ന് ഒരു 3 മണിക്കൂറുണ്ട് യാത്ര. 3 മണിക്കൂർ യാത്രയുണ്ട്. അരൂര് അവിടെയൊക്കെ പണിയായതുകൊണ്ട് നല്ല ബ്ലോക്കാണെന്നാണ് തോന്നുന്നത്. നോക്കേണ്ടി വരും. ബ്ലോക്ക് ആണെങ്കിൽ കുറച്ച് അധികം ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുമ്പളം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കി, എന്ത് ഭംഗിയാ നോക്കി. അപ്പൊ ഞങ്ങള് അരൂര് NH മറ്റേ ആകാശപാതയുടെ പണി നടക്കുന്ന സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ നല്ല ബ്ലോക്കാണ്, ചെറിയ മഴയുണ്ട്. അതുപോലെ തന്നെ റോഡൊക്കെ വളരെ മോശമാണ് അവസ്ഥ. റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ആ തിരക്കൊക്കെ ഉള്ള വഴിയിൽ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് മാറി കുറച്ച് തിരക്ക് കുറഞ്ഞ വഴിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റോഡിന്റെ നല്ലൊരു പോർഷൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, ചെളിയൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഈ വഴി ട്രാവലിങ്. അപ്പൊ മായിത്തറയുള്ളൊരു പെട്രോൾ പമ്പിൽ കയറിയേക്കാണ്. ഒന്ന് പെട്രോൾ അടിക്കാം, ഒന്ന് ഫ്രഷ് ആവാന്ന് ഓർത്ത് കയറിയതാണ്. അപ്പോൾ അരൂരൊക്കെ മെട്രോയുടെ പണിയെടുക്കുന്ന ആ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ച് വന്നപ്പോൾ ഉള്ള അവസ്ഥ നോക്കി. കംപ്ലീറ്റ് ചെളിയായിട്ടോ, കംപ്ലീറ്റ് ചെളിയായി. അപ്പോൾ ഞങ്ങൾ NH-66 ഇപ്പോൾ പുന്നമടക്കായലിലേക്കുള്ള വഴിയിലേക്ക് കയറി. അപ്പോൾ പുന്നമടക്കായൽ ഇനീഷ്യൽ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് ഞങ്ങൾ NH-66 അത്യാവശ്യം നല്ല മോശം റോഡായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ വഴിയിലേക്ക് കയറിയപ്പോൾ ഇവിടെ പുന്നമടക്കായൽ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നല്ല ചെറിയ ചാറ്റൽ മഴയുണ്ട്, അതുകൊണ്ട് ഒത്തിരി ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ പക്ഷേ മെയിൻ സാധനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ കുബാബ കുഴിമന്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തിയേക്കാണ്. അപ്പോൾ ഇനി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, വയറ് നിറയെ ഫുഡ് അടിച്ചു. എന്നിട്ടിപ്പോൾ ഈ പുന്നമട കായലിൻ്റെ പരിസരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ വഴികളാണ്, പക്ഷേ ഗ്രാമപ്രദേശത്തേക്ക് കയറി നമ്മൾ. തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കൊള്ളാലോ. ഒന്ന് സൂം ചെയ്ത് കാണിക്കണേ. ആ ഒരു ഏരിയ കണ്ടോ? ആ ഒരു ഏരിയ കംപ്ലീറ്റ് വീ നിൽക്കണുണ്ടോ?
അപ്പോൾ ഇവിടെ നിന്നൊരു ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. എത്ര രൂപ കേട്ടോ പാർക്കിങ്? ഓ ബോട്ടിംഗ് ഇല്ല. ബോട്ടിംഗ് ഇല്ല. ഇല്ല ഞങ്ങളിതേ പോവാ, വണ്ടി വെച്ചിട്ട് പോവാ. വണ്ടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചാൽ പോരെ. അപ്പോൾ ഞങ്ങളിവിടെ പുന്നമടയിലെത്തി. ഈ കാണുന്നതാണ് എൻട്രൻസ്. ഇഷ്ടംപോലെ ഹൗസ് ബോട്ട്സ് ഉണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ കുറേ പേര് നമ്മൾ അപ്രോച്ച് ചെയ്തു, ഹൗസ് ബോട്ട്സ് വേണോ. ശരി. അപ്പോൾ ഇതെനിക്ക് അതെ ഒരെണ്ണം എടുക്കുന്നുണ്ട്. കൊള്ളാല്ലേ? പുള്ളി എത്ര റേറ്റ് വല്ലതും പറഞ്ഞാലോ? റേറ്റ് ചോദിച്ചില്ലല്ലേ? വലിയ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ ഈ ബോട്ട്? എന്തോരം ബോട്ടാ എൻ്റെ പൊന്നു. മീൻ വല്ലതും ഉണ്ടോ? ശരി. ജീവിയാണോ അതോ തേങ്ങയാണോ? അതെന്തോ സാധനം, റബ്ബറോ അങ്ങനെ എന്തോ സാധനം അല്ലേ? പക്ഷെ ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഈ കായലല്ലേ, ഡോൾഫിനും കാര്യങ്ങളൊക്കെ കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് നടന്ന പോലെ തന്നെ ഇങ്ങോട്ടും നടക്കാനായിട്ട് വഴിയുണ്ട്. അങ്ങോട്ടും കംപ്ലീറ്റ് ഹൗസ് ബോട്ടായിരുന്നു. അപ്പോൾ ഈ വഴിക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ കുറച്ചുകൂടി കായൽ കുറച്ചുകൂടി അടുത്ത് കാണാമല്ലോ എന്ന് ഓർത്ത് ഇങ്ങോട്ട് വന്നതാണ്. ഇതേപോലെ തന്നെ ബോട്ട് കിടക്കാം കേട്ടോ, ഒറ്റം വരെ. ഇവിടെ എന്തോ ഒരു സ്ട്രക്ചർ ഉണ്ട് വലിയ, കണ്ടോ? ശരി, ഓക്കെ. ഇതാണ് പുന്നമട. അപ്പോൾ ഇവിടെ വലിയൊരു കാർ പാർക്കിങ്ങും ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ പക്ഷേ വലിയ അല്ല, കാർ പാർക്കിംഗ് അടപ്പ് ചെയ്യാൻ പാർക്കുന്നിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ എന്ത് ശ്രദ്ധിച്ചത്, അധികം ആൾക്കാർ നമ്മുടെ അടുത്ത് മറ്റേ ബോട്ട് വേണോ അങ്ങനെയൊന്നും ചോദിച്ച് വന്നിട്ടില്ലല്ലേ. 2 പേരേ വന്നുള്ളൂ. പക്ഷെ ഇത്രയും അധികം ബോട്ട് കിടക്കുന്ന സ്ഥലമായിട്ടും അങ്ങനെയൊന്നും വന്നില്ല. ഓക്കെ എന്നാ പിന്നെ പോവാല്ലേ. ആ സൈഡിൽ ഒരു തകർന്നിറങ്ങി നോക്കിയ ബോട്ട്, അത് കേരള സർക്കാരിന്റെ ബോട്ടാട്ടോ. ശ്രീനഗറിലൊക്കെ ഉള്ള ബോട്ടുകളില്ലേ, അങ്ങനെ പക്ഷെ അതിലത്തെ ബോട്ടൊക്കെ അപ്പോൾ ഞങ്ങൾ പുന്നമട കയറി കണ്ടു, ഇറങ്ങി ഇപ്പോൾ ചങ്ങനാശ്ശേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു വഴിയാണ്. പിന്നെ അപ്പുറം ഇപ്പുറം വാക്ക് വേ ഒക്കെ ഉണ്ട്, നടക്കാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വെറുതെ കാറ്റ് കൊണ്ട് നടക്കാൻ നല്ല രസമായിരിക്കും. ഇവിടെ ഇപ്പോഴേ നല്ല കാറ്റൊക്കെ ഉണ്ട്.
ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പാടത്തിൽ വെള്ളം കയറി നല്ല ഭംഗിയിലാണ് കിടക്കുന്നത്. നല്ല ഇളം പച്ച നിറത്തിലുള്ള പുല്ല്. നല്ല പച്ച കളർ, ഇളം പച്ച കളർ, നല്ല ഭംഗി കാണാനായിട്ട്. രണ്ട് സൈഡിലും പാടമാണ്, റൈറ്റിലും ലെഫ്റ്റിലും പാടമാണ്. ഈ ഒരു ഏരിയയാണ് ഞാൻ ഇറങ്ങിയപ്പോൾ ഉദ്ദേശിച്ചത്, പാടത്തിന്റെ നടുക്കിൽ കൂടെ ഉള്ള വഴി എന്നുള്ളത്. പക്ഷെ ഞാൻ കുറെ കാലമായി ഇത് കൂടെ വന്നിട്ട്, അപ്പോൾ ഇത് ഒത്തിരി മാറിപ്പോയി. ഞാൻ അന്ന് വന്നപ്പോൾ ഇത്രയും വലിയ റോഡല്ലായിരുന്നു, ഇത്രയും സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ റോഡ് വികസിപ്പിച്ചിട്ട് വാക്ക് വേ ഒക്കെ ഇട്ടിട്ട് ഞാൻ വന്നിട്ട് കുറെ കാലമായിട്ട്, ഞാൻ വർഷങ്ങളായി വന്നിട്ട്. അപ്പോൾ ഒത്തിരി ചേഞ്ച് വന്നിട്ടുണ്ട്, നല്ല തിരക്കുള്ള റോഡുമായി. ഒരു കിലോമീറ്റർ കണക്കിന് നേരെ റോഡാണ്, നല്ല ഓപ്പൺ നേരെ റോഡാണ്. അപ്പൊ ഞങ്ങള് കിടങ്ങറ പാലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി പോണം കുറച്ച് ചങ്ങനാശ്ശേരിക്ക് ഇവിടുന്ന്. നല്ല ഓപ്പൺ ഏരിയ ആണ്, നല്ല ഭംഗിയുള്ള ഏരിയ ഉണ്ടോ. എനിക്ക് ക്യാമറയിൽ ഭംഗി കിട്ടുമോന്ന് അറിയില്ല. നമ്മളിപ്പോൾ റോങ് സൈഡ് കയറി പോകാമെന്ന് വിചാരിക്കും, പക്ഷേ ആക്ച്വലി ഈ സൈഡ് ക്ലോസ്ഡ് ആണ്, ലെഫ്റ്റ് സൈഡ് ക്ലോസ്ഡ് ആണ്, മെയിൻ്റനൻസിന് വേണ്ടി ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡ് കയറി പോകുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഡൈവേർഷൻ എടുക്കാൻ പറഞ്ഞിട്ട്. ചങ്ങനാശ്ശേരി വന്ന് കയറി. ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ടുള്ള വഴി നല്ല ഓപ്പൺ സ്ട്രെയിറ്റ് റോഡായിരുന്നു കേട്ടോ. ഒരു വളവോ തിരിവോ ഒന്നുമില്ലായിരുന്നു, എല്ലാം നേരെയുള്ള റോഡായിരുന്നു, നല്ല ഓപ്പൺ റോഡായിരുന്നു. നല്ല ഈസിലി ഇവിടെ എത്തി. അപ്പോൾ ഞങ്ങൾക്ക് തിരുവല്ല പോയിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരുവല്ലയ്ക്കുള്ള റൂട്ടിലേക്ക് കയറി. അപ്പോൾ ഞങ്ങൾ വീട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഒരു വഴി പുതിയ വഴി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വഴിയാണ് വന്നത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആലപ്പുഴ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു, പുന്നമട നല്ല രസമുണ്ടായിരുന്നല്ലേ. ബട്ട് NH66 കുറച്ച് ശോകമായിരുന്നു, എസ്പെഷ്യലി ആ അരൂരിൻ്റെ സൈഡൊക്കെ ഭയങ്കര കുറച്ച് ശോകമായിരുന്നു. നിറയെ പൊടിയും പിന്നെ ചെളിയും ഒക്കെ ആയിട്ട് ആകെ പ്രോബ്ലം ആയിരുന്നു. ബട്ട് ആലപ്പുഴ ടു കോട്ടയം നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.